സുഹൃത്തുക്കളെ, നല്ല മഴയാണ്. എങ്കിലും ആവേശം കൊണ്ട് ഒരു വീഡിയോ ഇടുന്നു. അതായത് സ്ത്രീകൾ ഭരണം എങ്ങനെ നടത്തണം എന്നതിന് മാതൃകയാവുന്ന ഒരു അവസ്ഥ ആഫ്രിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. നമീബിയ എന്ന രാജ്യത്തെ പ്രസിഡൻ്റായിട്ട് ഒരു ഡയത്വ, അവസാനം അതാണ് പേര് മുഴുവൻ എനിക്ക് അറിയില്ല, ഒരു താത്ത, ശരിക്കും നമ്മളെ ഈ മൊക്കനെക്കെട്ട ഒരു താത്ത പ്രസിഡൻ്റായതിനു ശേഷം എന്താണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരും മറ്റ് വെള്ളക്കാരും അല്ലെങ്കിൽ യൂറോപ്യന്മാരൊക്കെ നടത്തിയ അതിക്രൂരമായ പൈശാചികമായ ഉന്മൂലനം, അതിന് എതിരായിട്ട് ഇപ്പോൾ അവരാദ്യം തന്നെ ചെയ്തത്, ഇന്ന ദിവസം ഞങ്ങൾ ഡോളർ പൂർണ്ണമായിട്ടും നിർത്തുന്നു, അതേപോലെ 24 മണിക്കൂർ കൊണ്ട് ഈ രാജ്യത്തെ പേപ്പറോ അതൊന്നും ഇല്ലാതെ തെണ്ടി ഓടി നടക്കുന്ന എല്ലാ യൂറോപ്യന്മാരും പുറത്താക്കുമെന്നും, മാത്രമല്ല ഇങ്ങോട്ട് വിസക്ക് ആരെങ്കിലും അപേക്ഷിക്കുകയാണെങ്കിൽ അങ്ങോട്ട് എങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതൊക്കെ തന്നെ ചെയ്താൽ മാത്രമേ യൂറോപ്യന്മാർക്ക് വിസ കൊടുക്കുള്ളൂ എന്നും, അല്ലാത്തവരൊക്കെ 24 മണിക്കൂർ കൊണ്ട് പുറത്താക്കണം എന്ന് പറഞ്ഞ അവരെ ഇന്ന് വളരെ ആവേശകരമായൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കാനും, അത് ഇപ്പോൾ നമ്മളെ ഇവിടെയുള്ള പുരുഷ കേസരികളായ ഭരണ നേതൃത്വത്തിലുള്ള ആൾക്കാരെ, സഖാവ് പിണറായി വിജയനും സ്റ്റാലിനും അതേപോലെ നരേന്ദ്രമോദിയും ഒക്കെ, അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാനുമാണ്. അതായത് 1906 മുതൽ 1908 വരെ ജർമ്മനി ആ രാജ്യത്തെ അവരുടെ അധിനിവേശത്തെ എതിർത്ത 2 ഗ്രൂപ്പ് മനുഷ്യരെ ഒന്നായിട്ട് അനിഹിലേറ്റ് ചെയ്യാനും കണ്ടാൽ വെടിവെക്കാനും, മാത്രമല്ല ആദ്യമായി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കി. അതിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങളെ മുഴുവൻ കൊന്നു തീർക്കാനും ശ്രമിച്ചതിൻ്റെ ഒരു മെമ്മറി ഡേ ആയിട്ട് അവർ ഈ മെയ് 25 ഓർമ്മിപ്പിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുകയും അത് നടത്തുകയും ചെയ്തിരിക്കുന്നു. അന്ന് എല്ലാ സ്ഥാപനങ്ങളും നിർത്തിവെക്കുകയും കടകൾ നിർത്തിവെക്കുകയും അന്ന് അതേക്കുറിച്ചിട്ട് അന്നത്തെ ഭീകരതയും അതേക്കുറിച്ചുള്ള അക്രമങ്ങളെയും അപലപിക്കുകയും അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് സ്മരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതേപോലെ ഒന്ന് അങ്ങനെ എത്രയോ ഭീകരമായ മനുഷ്യക്കരുതികൾ ചെയ്ത വെള്ളക്കാർ ഇന്ത്യയിൽ, കേരളത്തിൽ, മലബാറിൽ ഒക്കെ ചെയ്ത ഈ വെള്ളക്കാർക്കെതിരെ ഇതേപോലെ ഒരു ദിവസമെങ്കിലും നമുക്കും ഒരു ഡേ ഉണ്ടായിക്കൂടെ? അതായത് നമ്മുടെ
ആലോചിക്കാൻ വയ്യ. ഏതെങ്കിലും ഒരു മസാക്കൾ, അതായത് കമ്പാർട്ട്മെൻറ്റിൽ കുത്തി നിറച്ച് കൊണ്ടുപോയ ആൾക്കാരെ കൊന്ന അത്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവകാരിയുമായിരുന്ന വാര്യംകുന്നനെ കൊന്ന ദിവസം, ഇങ്ങനെ വാഗൻ ട്രാജഡിയുടെ ദിവസം, ഏതെങ്കിലും ഒരു ദിവസം സ്മരണ ദിനമായിട്ട് പ്രഖ്യാപിക്കുകയും അന്നേ ദിവസം എന്തൊക്കെ സാമ്രാജ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, അതിൽ എന്തൊക്കെ അബദ്ധങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. EMS പറഞ്ഞ പോലെ ആഹ്വാനവും താക്കീതും എന്തൊക്കെയെന്ന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ചരിത്രത്തെ അവലോകനം ചെയ്യാനും പഠിക്കാനും അടുത്ത തലമുറക്ക് പഠിപ്പിക്കാനുള്ള ഒരു ദിവസമായിട്ട് അന്ന് അങ്ങനെ നമുക്ക് വെച്ചൂടെ? എന്തുകൊണ്ടാണ് നമ്മൾ വെക്കാത്തത്? ഇന്നും നമ്മൾ വെള്ളക്കാരനെ ഇന്നും പൂജിക്കുന്ന യജമാനന്മാരെ ആയിട്ട് ഇന്നും മനസ്സിൽ കാണുന്നുണ്ടോ? അതിനാണോ അവർ നമുക്ക് തന്ന ആ പ്രജാവിദ്യാഭ്യാസം ഇന്നും തുടരുന്നത് എന്ന് മറുപടി പറയാൻ ഇന്നത്തെയും അല്ലെങ്കിൽ ഇതേവരെ ഭരണം കൈയാളിയ എല്ലാ വ്യക്തികളും പാർട്ടികളും ഉത്തരം പറയേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. സ്ത്രീകൾ അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇങ്ങനെ മനുഷ്യൻ്റെ ഉള്ളിൽ തട്ടുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ പ്രതികരിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഇതിന് മുമ്പ് ഇപ്പോൾ അടുത്ത കാലത്ത് 1980 മറ്റോ ഈ ജർമ്മൻ ഗവൺമെൻറ് അതിന് എന്തോ വളരെ കുറഞ്ഞ ഒരു കോമ്പൻസേഷനൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ആ മാപ്പപേക്ഷയും അതേപോലെ നഷ്ടപരിഹാരവും കൃത്യമായിട്ട് എങ്ങനെ ഒരു കസേരയ്ക്ക് ചുറ്റുമിരുന്ന് ആലോചിച്ച് എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തിയത്, എന്തൊക്കെയാണ് ഇന്നും അവിടെയൊക്കെ എപ്പോഴും ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ് അവിടെയുള്ള ഭൂമി അധികവും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഇനി കൈകാര്യം ചെയ്യണം എന്ന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് തീരുമാനിക്കണം എന്നാണ്. അല്ലാതെ നിങ്ങൾ പ്രഖ്യാപിച്ചത് കൊണ്ടും മാത്രം പോരാ എന്നാണ് ഈ പെൺപുലിയായ ഡയത്വ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു, വിജയാശംസകളും നേരുന്നു. അവർ ഈ അതായത് ആക്രമിക്കപ്പെട്ട സമൂഹത്തിൻ്റെ മുഴുവൻ പ്രതീകമായും അവരുടെ നേതൃത്വപരമായ പങ്ക് വഹിച്ചതായിട്ട് കണക്കാക്കുന്നു. അവരെ മാതൃകയാക്കണമെന്ന് എല്ലാ ആക്രമിക്കപ്പെട്ട എല്ലാ കോളനിയിലെ ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.